നമ്മൾ സ്ത്രീകളാണ്, ഇന്നത്തെ പെൺകുട്ടികളാണ്. നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നിൽക്കുന്നത് അഞ്ചല് തടിക്കാട് എന്ന സ്ഥലത്താണ്. ഇവിടെ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു കലാകാരിനെ കാണാനാണ്. ആർക്കും എത്തിപ്പിടിക്കാൻ പറ്റാത്ത ഒരു സ്വപ്നവുമായി നടത്തുന്ന ഒരു കുഞ്ഞു കലാകാരിന്റെ അടുത്താണ്. കലാകാരി എന്ന് വെച്ചാൽ എല്ലാ മേഖലയിലും കഴിവ് തെളിയിച്ചിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ഉള്ളത് പ്രസംഗ മത്സരമാണ്. എന്ത് ടോപ്പിക് കൊടുത്താലും അനായാസം അതിനെക്കുറിച്ച് പറയാൻ യാതൊരു മടിയുമില്ല. മോണാക്ട്, ചിത്രരചന, പാട്ട്, ഡാൻസ്, ഇങ്ങനെ പോകുന്നു കലാമേഖലകൾ. അപ്പോൾ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് അവരോട് തന്നെ ചോദിച്ചറിയാം. കൂടുതൽ സമൂഹത്തിൽ ഇറങ്ങി നിന്ന് എല്ലാ മേഖലയിലും പ്രസംഗമായാലും എല്ലാ സ്ഥലത്തും പോയി അതിനെക്കുറിച്ച് പ്രസംഗിക്കുകയൊക്കെ ചെയ്യാറുണ്ട്. ഏറ്റവും കൂടുതൽ പ്രസംഗത്തിലാണ് കഴിവ് തെളിയിച്ചിട്ടുള്ളത്. നമുക്ക് അവരുടെ വിശേഷങ്ങൾ അവരോട് തന്നെ ചോദിച്ചറിയാം. എന്താ പേര്? എൻ്റെ പേര് മുസമ്മില. ഇപ്പം എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? ഞാൻ +1 ഹ്യൂമാനിറ്റീസ് സ്റ്റുഡൻ്റാണ്. ഒരു സകലകലാവല്ലഭ്യാന്ന് കേട്ടു. ഏതൊക്കെ മേഖലകളിലാണ് കഴിവ് തെളിയിച്ചിട്ടുള്ളത്? അങ്ങനെ വെച്ചാൽ ഞാൻ ആദ്യമായിട്ട് തുടങ്ങിയത് പ്രസംഗത്തിൽ പിടിച്ചിട്ടാണ്. പിന്നെ അതിൽ നിന്ന് മോണോ ആക്ട് പോയി. പിന്നെ ചെറുതായിട്ട് കവിത ഒക്കെ പാടാൻ തുടങ്ങി. പിന്നെ ഡാൻസിനോടൊരു ഇഷ്ടം തോന്നി. ഭരതനാട്യം, മോഹിനിയാട്ടം. പോരാഞ്ഞിട്ട് ചിത്രകല ഒരു 10th SSLC ഒക്കെ കഴിഞ്ഞിട്ട് നിൽക്കുമ്പോൾ വെക്കേഷൻ ടൈമിൽ ചിത്രം വരയ്ക്കാൻ തുടങ്ങി. മെയിനായിട്ടും ആൾക്കാരുടെ പടം വരയ്ക്കും. അക്രോളിക് പെയിൻറ്റ്, അതുപോലെ തന്നെ ഫാബ്രിക് പെയിൻറ്റിങ്, ഓയിൽ പേസ്റ്റൽസ്, അതൊക്കെ കൊണ്ട് വരയ്ക്കാൻ തുടങ്ങി. ഇതിലിപ്പോൾ ഇത്രയും ഇതിൽ പറഞ്ഞത് ഏതിലാണ് ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് ഏതിലാണ്? എനിക്ക് പ്രസംഗമാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. അതിപ്പോൾ ഏതൊരു സബ്ജക്റ്റ് തന്നാലും അതിനെക്കുറിച്ച് സംസാരിക്കും. അതൊരു പ്രത്യേകതരം ഇഷ്ടമാണ്, അതിനോടൊരു പ്രണയമാണ്. പിന്നീട് മോണോ ആക്റ്റാണ്, അഭിനയിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അത് ഇപ്പം ആ ഫീൽഡിലോട്ട് നന്നായിട്ട് ഫോക്കസ് ചെയ്യുന്നുണ്ട്, പ്രസംഗവും മോണോ ആക്റ്റും. പിന്നെ സ്കൂൾ കലോത്സവത്തിലായാലും അല്ലാതെ പ്രോഗ്രാമിലൊക്കെ പങ്കെടുക്കാറുണ്ടോ? ഉണ്ട്. മെയിൻ സ്കൂളിൽ നിന്നാണ് തുടങ്ങിയത്, സ്കൂളിൽ നിന്നാണ് വന്നത്. ഇപ്പം ഈ റീസെൻ്റ് ആയിട്ടെന്ന് പറഞ്ഞാൽ സബ് ജില്ലാ കലോത്സവത്തിൽ പങ്കെടുത്തു. സംഘനൃത്തത്തിനും മോണോ ആക്റ്റിനും ഫസ്റ്റ് കിട്ടി. ജില്ലയിൽ പോയി അവിടെ 2നും A ഗ്രേഡ് കിട്ടി. പിന്നെ നമ്മളുടെ ബാലജനസഖ്യത്തിൻ്റേതായിട്ടുള്ള സർഗോത്സവത്തിൽ പോയി. മോണോ ആക്റ്റിന് ഫസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ നാടോടി നൃത്തം A ഗ്രേഡ്. അങ്ങനെ മുന്നോട്ട് പോകുന്നു. ഇപ്പോൾ കൂടുതലായിട്ട് ഇപ്പോൾ ഫോക്കസ് ചെയ്യുന്ന പ്രസംഗത്തിലാണെന്ന് പറഞ്ഞാൽ ഏതൊരു ടോപ്പിക് കിട്ടിയാലും പ്രസംഗിക്കും. അതുപോലെ അത് കഴിഞ്ഞിട്ട് നമ്മൾ 2ാം സ്ഥാനം കൊടുക്കുന്നത് ഏതിന്? അപ്പോൾ കുറേ ചിത്രങ്ങളൊക്കെ നമ്മൾ കണ്ടു. അപ്പോൾ അതിലൊക്കെ ഏതിലാണ് കൂടുതൽ ഇഷ്ടം തോന്നിയത്? ഇന്ന കാര്യം ചെയ്യുമ്പോൾ നമുക്ക് അതിനോടൊരു അറ്റാച്ച്മെൻറ്റ് തോന്നിയിട്ട് നമ്മൾ ചെയ്യുമല്ലോ, അത് ഏതിനോടാണ്? അങ്ങനെ ഇന്നത് ചെയ്യുമ്പോൾ എനിക്കൊരു അറ്റാച്ച്മെൻറ്റ് എന്നൊന്നുമില്ല. എല്ലാത്തിനോടും ഒരു പ്രത്യേകതരം ഇഷ്ടമാണ്. ഓരോന്ന് ചെയ്യുമ്പോൾ അതിൽ ഓരോ തരം ഇഷ്ടം, ഒരു ആനന്ദം കണ്ടെത്താനായിട്ട് ശ്രമിക്കാറുണ്ട്. അപ്പോൾ ഇപ്പം ഞാൻ എന്തായാലും മോണോ ആക്ട് ഫോക്കസ് ചെയ്യുന്നുണ്ട്. കാരണം അഭിനയത്തോട് എന്തോ ഈ ഇടയായിട്ട് എനിക്ക് വല്ലാത്തൊരു ഇഷ്ടം തോന്നുന്നുണ്ട്. ഇപ്പം ഇടയ്ക്ക് എന്നെ ഉമ്മയൊക്കെ കളിയാക്കുന്നത് എനിക്ക് ഇതേ ഉള്ളോ പണിയെന്ന് നോക്കുമ്പോൾ ഞാൻ പറയും നോക്കട്ടെ, അടുത്ത സിനിമയിലെങ്ങാനും കയറി മോഹൻലാലിൻ്റെയോ ഇല്ലെങ്കിൽ വല്ല ദുൽഖർ സൽമാൻ്റെയോ ഒക്കെ നായികയായിട്ട് ഇങ്ങനെ കയറാൻ പറ്റുവാണെങ്കിൽ നടക്കട്ടെ എന്ന് വിചാരിച്ച് അങ്ങനെ ഞാൻ പറയാറുണ്ട്. പിന്നെ ഈ ചിത്രം എന്ന് പറയുന്നത് അത് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇന്നേ വരെ ഞാൻ ചിത്രം വരച്ചിട്ടില്ലാത്ത ഒരാളാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ 10th SSLC ഒക്കെ കഴിഞ്ഞ് റിസൾട്ട് ഒന്നും വന്നിട്ടില്ല. ആ സമയത്തൊക്കെ കൂടെ ഉമ്മ എന്നെ പറഞ്ഞ് കുത്തും. നിനക്ക് SSLCക്ക് എന്തോ പഠിച്ചെഴുതിയെന്ന് ചോദിച്ചാൽ ആ ടെൻഷൻ അവിടെ എന്നെ കുത്തുമ്പോൾ ഒരു സമാധാനത്തിന് വേണ്ടിയിട്ട് ചുമ്മാ പോയി കുത്തി വരയ്ക്കുന്നതാണ്. അതെന്തോ ഒരു ഭാഗ്യത്തിന് എവിടെയോ തെളിഞ്ഞ് അങ്ങനെ അത് കുറേ വൃത്തിയായി. പിന്നെ സങ്കടങ്ങൾ വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഫീലിങ്സ് വരുമ്പോൾ അതുമായിട്ടിരുന്ന് വരയ്ക്കാൻ തുടങ്ങും. ഇപ്പോൾ മോഹിനിയാട്ടം, ഭരതനാട്യമൊക്കെ അറിയാമെന്ന് പറഞ്ഞ് ഇതൊക്കെ പഠിച്ചിട്ടുണ്ടോ? അത് ഓൺലൈൻ അല്ലാതെ നമ്മൾ ഗുരുക്കളടുത്ത് പോയി പഠിക്കുമല്ലോ, അതുപോലെ പഠിച്ചിട്ടുണ്ടോ ഇതൊക്കെ?
ആദ്യമൊന്നും ഞാൻ പോയി പഠിച്ചിട്ടില്ല. പക്ഷേ ഇതിനോടൊരു ഇഷ്ടം തോന്നി കളിക്കാൻ തുടങ്ങിയപ്പോൾ പിന്നെ ഈ സബ് ജില്ലയിലും ജില്ലയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് സെപ്പറേറ്റ് സാറിനെ വിളിച്ച് പഠിച്ചായിരുന്നു. എന്താ നമ്മളെ ഉള്ളിൽ ഇങ്ങനെ ഒരു വാസന, ഇങ്ങനെ ഇതിനോടൊക്കെ ഒരു വാസന ഉണ്ടെന്ന് എങ്ങനെ തിരിച്ചറിഞ്ഞത്? അത് പറയുകയാണെങ്കിൽ ചിലപ്പോൾ എനിക്ക് തോന്നുന്നു എല്ലാവർക്കും ഒരു ഇൻസ്പിറേഷൻ ആയിട്ടുള്ള ഒരു സ്റ്റോറി തന്നെ അതിൽ പറയാനുണ്ടെന്ന് തോന്നുന്നു. ആദ്യം തുടങ്ങുന്നത് LP-യിലായിട്ടാണ്. LP ടൈമിൽ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത്ര പഠിത്തത്തിലും, കാരണം LP സ്കൂളല്ലേ, കാരണം അക്ഷരങ്ങളല്ലാതെ മറ്റൊന്നും എനിക്ക് അറിയത്തില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ ഏതോ ഒരു കാര്യത്തിന് ഓഫീസിൽ HMൻ്റെ അടുത്ത് എത്തിയപ്പോൾ ഞാൻ HMനോട് സംസാരിച്ചു തുടങ്ങിയപ്പോൾ HMന് എവിടെയോ എന്തോ ഒരു ക്ലിക്കായി. അത് മറ്റൊന്നുമല്ല, ഞങ്ങളുടെ അവിടെ കഞ്ഞിപ്പരയിൽ ചോറ് വെക്കുമ്പോൾ ഞങ്ങൾ രാവിലെ പോകുന്ന കുട്ടികളെ കൊണ്ട് ഉള്ളി തൊലിപ്പിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു, കഞ്ഞിപ്പരയിൽ ചോറ് വെക്കുന്നവർ. അപ്പം അതിനെ എതിർത്തുകൊണ്ട് ഞാൻ ചോദിച്ചു, എന്താണ് ഞങ്ങൾ സ്കൂളിൽ വരുന്നത് ഉള്ളി തൊലിക്കാനല്ല പഠിക്കാനാണെന്ന് പറഞ്ഞു. അവിടെ എവിടെയോ HMന് അത് കേട്ടിട്ട് ക്ലിക്കായിട്ട് എന്നെക്കൊണ്ട് പിന്നെ പ്രസംഗം അസംബ്ലി നടത്തുമ്പോൾ പറയിക്കാൻ തുടങ്ങി. എന്തേലും പറ എന്ന് ചോദിച്ച് ആ കുഞ്ഞു പ്രായത്തിൽ പറയിക്കാൻ തുടങ്ങി. പിന്നെ പ്രസംഗം എഴുതി തന്ന് കാണാതെ പഠിപ്പിച്ച് പറയിച്ചു. പിന്നെ സ്വയം എഴുതി കാണാതെ പഠിച്ച് പറയാൻ പറഞ്ഞു. പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ട് സ്വന്തമായിട്ട് മനസ്സിൽ നിന്ന് വരുന്നത് പറയാൻ പഠിപ്പിച്ചു. അങ്ങനെ ഞാനിപ്പോൾ എനിക്ക് ഭയങ്കര കടപ്പാടുണ്ട്. കാരണം ആ ടീച്ചറിനോട്, സബീല മാം എന്നാണ് പേര്, ഭയങ്കര കടപ്പാടുണ്ട്. ആ ടീച്ചർ ചിലപ്പോൾ അത് കണ്ടെത്തി എന്നെ അത് ചെയ്യിച്ചില്ലായിരുന്നെങ്കിൽ ഇന്ന് ചിലപ്പോൾ ഞാൻ ഒന്നും ആവത്തില്ലായിരുന്നു. ആ ടീച്ചറാണ് എന്നെ ഇതിലേക്ക് കൊണ്ടുവന്നതും ഈ ഒരു ഫീൽഡിലേക്ക് ഇറങ്ങി വരാൻ എന്നെ പ്രേരിപ്പിച്ചത്. 6 വയസ്സുള്ള പിഞ്ചു കുഞ്ഞുങ്ങൾ മുതൽ 65 വയസ്സുള്ള മുത്തശ്ശിമാർ പോലും ശാരീരികമായി ചൂഷണം ചെയ്യപ്പെടുകയും പീഡിപ്പിക്കുകയും ചെയ്യുന്ന ഈ കാലഘട്ടത്തിൽ നാം സ്ത്രീകൾ ഈ സമൂഹത്തിൽ സുരക്ഷിതരാണോ? സമകാലിക സമൂഹത്തെക്കുറിച്ച് ചർച്ച ചെയ്യപ്പെടുമ്പോൾ നാം ചിന്തിക്കേണ്ട ഏറ്റവും വലിയൊരു വിഷയം തന്നെയാണ് സ്ത്രീകളുടെ സുരക്ഷിതത്വം ഈ സമൂഹത്തിലും ഉറപ്പാണോ എന്നത്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും സ്ത്രീകൾ ഈ സമൂഹത്തിലും സുരക്ഷിതരാണ് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ഫെമിനിസത്തെക്കുറിച്ചൊക്കെ വാതോരാതെ പ്രസംഗിക്കുന്ന ഒരു സമൂഹം നമ്മളുടെ ഈ ഒരു കാലഘട്ടത്തിൽ നിലനിൽക്കുന്നുണ്ട് എങ്കിൽ പോലും സ്ത്രീകളുടെ സുരക്ഷിതത്വം അത് എങ്ങോ മറഞ്ഞുകൊണ്ടിരിക്കുക തന്നെയാണെന്ന് നമുക്ക് തീർത്തും പറയാൻ കഴിയും. സ്ത്രീകൾക്ക് ഇപ്പോൾ പോലും സ്വതന്ത്രരായൊന്ന് പുറത്തിറങ്ങി നടക്കാൻ കഴിയുന്നില്ല. എന്തിനു പറയണം, സ്വന്തം വീട്ടിൽ പോലും സ്ത്രീകൾക്ക് ഇല്ലെങ്കിൽ പെൺകുട്ടികൾക്ക് അടച്ചുറപ്പോടെ ഇരിക്കാൻ കഴിയാത്തൊരവസ്ഥയാണ്. എന്തിനു പറയണം, ഇന്ന് നമ്മൾ ഫേസ്ബുക്കോ ഇല്ലെങ്കിൽ ഓൺലൈൻ മാധ്യമങ്ങളോ തുറന്നു കഴിഞ്ഞാൽ കേൾക്കാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു വാർത്തയല്ലേ 6 വയസ്സുകാരിയെ പൂജാമുറിയിലിട്ട് പീഡിപ്പിച്ച് കൊന്നവനെ പോലും കോടതി വെറുതെ വിട്ടു എന്നുള്ളത്. ആ കോടതി വരപ്പിൽ നടക്കുന്ന അസഹ്യമായിട്ടുള്ള കാഴ്ചകൾ നമ്മളുടെ മുമ്പിൽ കണ്ണീരായി മാറുമ്പോൾ എന്താണ് നാം ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്? ശരിക്കും സ്ത്രീകളാണോ സ്വാതന്ത്ര്യത്തിന് വിലക്കാവുന്നത്, അതോ സ്ത്രീകളുടെ ബലഹീനരോ? സ്ത്രീകൾ ഒരിക്കലും സമൂഹത്തിൽ ബലഹീനരല്ല. അവരുടെ ഉള്ളിൽ ഗർജിക്കുന്ന ഒരു സിംഹം നിലനിൽക്കുന്നുണ്ട്. പക്ഷെ അവ പുറത്തു കൊണ്ടുവരാൻ ആരെയൊക്കെയോ എവിടെയൊക്കെയോ എപ്പോഴൊക്കെ അവർ ഭയക്കുന്നു എന്നതാണ് സത്യം എന്ന് നാം പറയേണ്ടത്. സ്ത്രീകൾ എന്ന് പറയുന്നത് അമ്മയാണ്, ഭാര്യയാണ്, മകളാണ് എന്നൊക്കെ വാതോരാതെ പ്രസംഗിക്കുന്ന ഒരു സമൂഹം നമ്മളുടെ മുമ്പിൽ ഉള്ളപ്പോഴാണ് സ്ത്രീകളുടെ സുരക്ഷിതത്തിന് അവയെല്ലാം വിടങ്ങേറാവുന്നത്. പക്ഷെ അവയെല്ലാം തള്ളി മാറ്റിക്കൊണ്ട് ചിന്തിക്കേണ്ടത് നമ്മളാണ്. നമ്മൾ സ്ത്രീകളാണ്, ഇന്നത്തെ പെൺകുട്ടികളാണ്. ശരിയാണ്, നമ്മൾ ഇന്നത്തെ പെൺകുട്ടികൾ നാളത്തെ തലമുറയുടെ വാഗ്ദാനങ്ങളായി മാറേണ്ടവരാണ്. നിങ്ങൾ ആരെയാണ് മടിക്കുന്നത്, ഇല്ലെങ്കിൽ ആരുടെ മുമ്പിലാണ് നിങ്ങൾ പേടിക്കുന്നത്? അതിൻ്റെ ഒരാവശ്യവും നമുക്കിന്ന് നിലനിൽക്കുന്നില്ല. നിങ്ങൾ പഠിക്കേണ്ടത് ചോദ്യം ചോദിക്കാനാണ്. എവിടെ ചോദ്യം ചോദിക്കുന്നുവോ അവിടെ നിങ്ങളുടെ ധൈര്യത്തെ എടുത്തറിയും. നമ്മൾ ഇച്ഛ എന്ന് പറയുന്നവരെ ഇല്ലെങ്കിൽ നമ്മൾ അയ്യേ എന്നാക്കുന്നവരുടെ മുമ്പിൽ പോലും നമ്മൾ ചോദിക്കുന്ന ഒരു ചോദ്യത്തിന് മുമ്പിൽ ഉത്തരം കിട്ടുകയാണെങ്കിൽ അവിടെ തെളിയുന്നു നമ്മളുടെ അഭിമാനം എന്തെന്ന്. നമ്മളുടെ ശാരീരികമായിട്ടോ അല്ലെങ്കിൽ മാനസികമായിട്ടോ ചൂഷണം ചെയ്യാൻ വരുന്നവരെ പോലും നമ്മൾ ആരാന്ന് കാണിച്ചു കൊടുത്താൽ അവരൊന്ന് ഭജിക്കും. ഇന്നത്തെ പെൺകുട്ടികൾ അവർ സമൂഹത്തിലെ ഏറ്റവും വലിയ എതിരാളികളാണെന്ന് തെളിയിച്ചു കൊടുക്കാൻ കഴിയുമെങ്കിൽ നമ്മളെ ഉപദ്രവിക്കാൻ വരുന്നവരുടെ മുമ്പിൽ അവരൊന്ന് മുട്ടുവിറയ്ക്കാൻ അത് ഒറ്റ കാരണമായി മാറും. നമുക്കറിയാം നമ്മൾ ആരാണെന്ന്, നമുക്കറിയാം നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്ന്. അത്തരത്തിൽ കാണിച്ചു കൊടുക്കുക മാത്രം ചെയ്താൽ മതി. നമുക്ക് വി നോ ഹു ഐ ആം ആൻഡ് വാട്ട് വി ക്യാൻ ഡു. അത് നമുക്കറിയാമെങ്കിൽ ജസ്റ്റ് ഷോ ദം വാട്ട് വി ക്യാൻ ഡു. അത് മാത്രം നമ്മൾ കാണിച്ചു കൊടുത്താൽ മതി. ബിക്കോസ് വി ആർ യൂണിക്. അത് മനസ്സിലുണ്ട് എങ്കിൽ നമുക്ക് ഇവരെ എല്ലാം തോൽപ്പിച്ചു നിർത്താൻ കഴിയും. നാം സ്ത്രീകളാണ് എന്ന് വിചാരിച്ച് ബലഹീനരല്ല. നാളത്തെ ഉറച്ച വിശ്വാസമുള്ള ദൃഢ മനസ്സുള്ള വാഗ്ദാനങ്ങളാണ്. അത്രയ്ക്ക് മുന്നോട്ട് പോകട്ടെ ഈ വളർന്നു വരുന്ന കൊച്ചു പെൺകുട്ടികളടക്കം നാളത്തെ വാഗ്ദാനങ്ങൾ ഉൾപ്പെടെ. അപ്പോൾ ഫസ്റ്റത്തെ ഗുരുനാഥ എന്ന് പറയുന്നത്, പ്രസംഗത്തെ ഗുരുനാഥ എന്ന് പറയുന്നത് LP സ്കൂളിലത്തെ HM ആണ്. ഇനിയിപ്പോൾ പാട്ട് പാടൂലേ? അപ്പോൾ പാട്ട് ഈ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന പാട്ട് ആരോ ഉണർത്തിയത്?
പാട്ട് ആരും ഉണർത്തിയെന്ന് വെച്ചാൽ പാട്ടിന് അങ്ങനെ പ്രത്യേകിച്ച് ആരും ഉണർത്തിയിട്ടില്ല. കാരണം ഞാൻ പാടാൻ നിൽക്കുമ്പോൾ കൂടുതലുള്ള കൂട്ടുകാർ പറയും നീ ദൈവത്തെ ഓർത്ത് പാടല്ലേ, ഓടാൻ വയ്യ എന്ന് പറയും. അപ്പോൾ പാട്ടിനോട് ആ ഒരു ടൈമിലൊന്നും പാട്ട് സത്യം അതുള്ള സത്യം ഞാൻ പാടിയ ആ ടൈമിലൊന്നും കൊള്ളത്തില്ലായിരുന്നു. ഇപ്പോൾ വളർന്നു വരുമ്പോൾ വോയിസിന് ചേഞ്ച് വരുമല്ലോ, ആ ഒരു ചേഞ്ചിൽ എവിടെയാണ് പിന്നെ പാട്ടിനോടൊരു പാട്ട് പാടാനുള്ള ഒരു ഇത് കിട്ടിയത്. പിന്നെയെന്ന് പറഞ്ഞാൽ ഞാൻ UP വിഭാഗം പുല്ലക്കോട് UPS ഇടയത്താണ് പഠിച്ചത്. ആ പഠിക്കുന്ന സമയത്ത് അവിടെയുള്ള ശ്രീജിത്ത് എന്ന് പറയുന്ന സാറ്, രതീഷ് എന്ന് പറയുന്ന സാറ്, അങ്ങനെ കുറേ ടീച്ചേഴ്സ്, പിന്നെ സിനി എന്ന് പറയുന്ന അവിടുത്തെ ഹെഡ് മിസ്ട്രസ്, ഇവരൊക്കെ കൂടി ചേർന്നിട്ട് എന്നെ മോണോ ആക്ടിലോട്ട് കൊണ്ടുവന്നു. അവരാണ് മോണോ ആക്ടിലോട്ട് കൊണ്ടുവന്നത്. അതാ. പിന്നെ അവിടുത്തെ ടീച്ചർമാർ എന്നെ മോണോ ആക്ട് എഴുതി തന്ന് പഠിപ്പിച്ച് അങ്ങനെ UP വിഭാഗത്തിലാണ് ആദ്യമായിട്ട് ഞാൻ മോണോ ആക്ട് സബ് ജില്ലാ കലോത്സവത്തിൽ പറയുന്നത്. അങ്ങനെ അത് അവിടുന്ന് ക്ലിക്കായി പിന്നെ മോണോ ആക്റ്റും കൂടെ കൊണ്ടുപോകുന്നത്. മാനസോസിന് വന്ദനം. അരങ്ങിലെ സ്പന്ദനങ്ങൾ അറിഞ്ഞതിനുമപ്പുറം അന്തിമ പോരാട്ടത്തിന്റെ കാഹളമാണ് നമ്മളുടെ ചെവികളിൽ മാറ്റൊടി കൊള്ളുന്നതെങ്കിൽ അമ്മ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിനായി നാം കൊടുക്കേണ്ടി വരുന്ന വില സ്വജീവനാണെങ്കിൽ ഈ രണഭൂമിയിൽ അഭിമാനത്തോടെ നമുക്ക് രക്തസാക്ഷികളാകാം. നമ്മളുടെ ശരീരത്തിൽ നിന്നും ചിതറിത്തെറിക്കുന്ന ഓരോ തുള്ളി രക്തവും നമുക്ക് ശേഷം പോരാട്ടത്തിന്റെ നാൾവഴികളിലേക്ക് കുതിച്ചുയരുന്ന ഓരോ ധീരയോദ്ധാക്കൾക്കും പ്രചോദനമാകട്ടെ. സാമ്രാജ്യത്തിന്റെ അധിനിവേശത്തിന് വഴങ്ങിക്കൊടുക്കാത്തൊരു മനസ്സ് ഝാൻസിക്കും അതിന്റെ ഭരണാധികാരിയായ റാണി ലക്ഷ്മിബായിക്കുമുണ്ടെന്ന് അവരറിയട്ടെ. എന്റെ സുധാമണി, നീ വേഷം ഒന്ന് അഴിച്ചു വെക്ക്. നാടകം കഴിഞ്ഞിട്ട് 1/2 മണിക്കൂറായി. എല്ലാരും വണ്ടിയിലിരിക്കാം. ഈ വേഷത്തിലായിരിക്കും. അപ്പോൾ ഈ ഡാൻസിൽ ഒരു ഗുരുനാഥൻ ഉണ്ടാവുമല്ലോ, അതാരാണ്? അത് പറയുന്നെങ്കിൽ അടുത്തത് HSSലോട്ട് വരുമ്പോൾ HSS ശരിക്കും പറഞ്ഞാൽ ആ ടീച്ചറെ ഓർക്കുമ്പോൾ തന്നെ ഒരു വല്ലാത്തൊരു കുളിർമയാണ് മനസ്സിന്. കാരണം എനിക്ക് ആ സ്കൂളിലൊരു അമ്മയുടെ സ്ഥാനത്ത് നിന്നുകൊണ്ട് എന്നെ മോളായി കണ്ട് മോളേന്ന് വിളിച്ച് എൻ്റെ കൂടെ കൈപിടിച്ച് നടന്നൊരു ടീച്ചറുണ്ട്, ഗീതമ്മ എന്ന് പറയുന്ന ഗീതാ മാം. അപ്പം എനിക്ക് ഗീതാ മാം എന്ന് പറയുന്നതിനേക്കാൾ ഇഷ്ടം ഗീതമ്മ എന്ന് പറയാനാണ്. കാരണം എനിക്കൊരു അമ്മയുടെ സ്ഥാനം തന്നുകൊണ്ട് എന്ത് കാര്യത്തിനും താങ്ങും തണലുമായിട്ട് നിന്നത് ആ ടീച്ചറാണ്. വീട്ടിൽ കുടുംബത്തിൻ്റെ കുറച്ച് പ്രശ്നങ്ങളായിട്ട് എക്സാമിനോട് അടുത്ത ടൈം ഒത്തിരി പ്രശ്നങ്ങളായിട്ട് പോലീസ് സ്റ്റേഷനിലും മറ്റുമായിട്ട് നിന്ന സമയത്തും ആ ടീച്ചർ തന്ന സപ്പോർട്ടും ആ ടീച്ചർ തന്ന ഒരു താങ്ങും കരുതലും അതൊരിക്കലും പറഞ്ഞാൽ മതിയാവത്തില്ല. കാരണം ഭയങ്കരമായിട്ട് മെൻ്റലി സപ്പോർട്ട് ചെയ്തിട്ടുള്ളൊരു മാമാണ് എൻ്റെ ഗീതാമ്മ എന്ന് പറയുന്ന എൻ്റെ അമ്മയുടെ സ്ഥാനത്ത് നിൽക്കുന്ന ടീച്ചർ. അപ്പോൾ അവരാണ് ഡാൻസിലേക്ക് ഇതാക്കിയത്. അതെങ്ങനെയായിരുന്നു ഇങ്ങനെ ഒരു ഡാൻസ്? ഒരു ഡാൻസിൻ്റെ ഒരു ഇതിങ്ങനെ ഉറങ്ങിക്കിടക്കുന്നുണ്ട്, അതിനൊന്ന് തട്ടി ഉണർത്തിയാൽ അങ്ങോട്ട് എണീക്കും എന്നുള്ളത് അങ്ങനെ തോന്നിയത്? അങ്ങനെ ടീച്ചറിന് ഡാൻസ് എന്നൊന്നും തോന്നിയിട്ടില്ല. അങ്ങനെ ടീച്ചർ അങ്ങനെ ഇന്നതൊന്നും പറയുന്നില്ല. ടീച്ചർ എപ്പോഴും സപ്പോർട്ട് ചെയ്യും. അങ്ങനെ നിന്നെക്കൊണ്ട് പറ്റും, നീ അത് ചെയ്, നീ ആരെ ഈ പേടിക്കുന്നേ, നീ എന്തു ഈ നോക്കുന്നേ, നീ ചെയ്യ്, നിന്നെ ആരും ഇവിടെ നോക്കുന്നില്ല, ഞങ്ങളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞ് അങ്ങ് സപ്പോർട്ട് ചെയ്യും. അത് കേൾക്കുമ്പോൾ നമുക്കൊരു ഭയങ്കര ഇൻസ്പിറേഷൻ. അപ്പോൾ നമ്മളും അതങ്ങ് ചെയ്യും. കതിരൂതിർപ്പൂ പുഞ്ചിരി ചെഞ്ചുണ്ടിൽ കനകചീതങ്ക കിലുങ്ങി കാഞ്ചന കാഞ്ചി കുലുങ്ങി കടലേരി കോണുകളിൽ സ്വപ്നം കതിരൂതിർപ്പൂ പുഞ്ചിരി ചെഞ്ചുണ്ടിൽ തങ്ങി ഒഴുകുമുടയടയിൽ ഒളിയലകൾ ചിന്നി അഴകൂറൂടലാറ പോലെ മതിമോഹന ശുഭനർത്തനമാടുന്ന മയിലേ മമ മുൻപിൽ നിന്നു മലയാള കവി ഒഴുകുമുടയടയിൽ ഒളിയലകൾ ചിന്നി അഴകൂറൂടലാറ പോലെ അപ്പോൾ വീട്ടിലാരാ കൂടുതൽ സപ്പോർട്ട് എല്ലാ കാര്യത്തിനും? നമ്മളെല്ലാ കാര്യത്തിനും എന്ത് ചെയ്താലും അത് ചെയ്യണ്ട മോളെ എന്ന് ആരെങ്കിലും പറയാറുണ്ടോ?
ഒരിക്കലും ഇല്ല. കാരണം എൻ്റെ വീട്ടിൽ എൻ്റെ ഉമ്മ ഇല്ലെങ്കിൽ എൻ്റെ വാപ്പ, എൻ്റെ മാതാപിതാക്കൾ എന്നെ ഒന്നിനും സപ്പോർട്ട് ചെയ്തിട്ടില്ല, സമ്മതിച്ചിട്ടില്ലെങ്കിൽ ഒരിക്കലും എനിക്ക് ഇങ്ങനെ ഒന്നിലോട്ട് ഇറങ്ങിച്ചെല്ലാനോ അതിലേക്ക് ആഴത്തിൽ പഠിക്കാനോ ഒന്നും കഴിയില്ല. ഇപ്പോൾ ഞാനൊരു ആഗ്രഹം പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് എൻ്റെ ഉമ്മ എന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ ഉമ്മയാണ്. എന്നെക്കൊണ്ട് ചെയ്യാൻ ഉമ്മ എന്നെക്കൊണ്ട് പറ്റത്തില്ല അമ്മ, ഇതൊന്നും വേണ്ടാന്ന് പറഞ്ഞ ഉമ്മ പറയും നിന്നെക്കൊണ്ട് ഇന്നോട്ട് പറ്റത്തില്ല, നിന്നെക്കൊണ്ട് പറ്റും ചെയ്യടി അങ്ങോട്ട്, അങ്ങനെ പറയുന്ന ഒരു ഉമ്മയ എനിക്കുള്ളത്. പിന്നെ എൻ്റെ വാപ്പ ഒരു പെൺകുട്ടിയാണ്, ഇത്ര വയസ്സുണ്ട്, അങ്ങനെ ഇറക്കി വിട്ടുകൂടാ പൊക്കൂടാന്ന് പറയുന്നൊരു മാതാപിതാക്കളുള്ള ഒരു സമൂഹത്തിൽ എൻ്റെ വാപ്പ എന്നെ വിടാത്ത സ്ഥലങ്ങളില്ല. ഞാൻ ഒറ്റയ്ക്ക് തൃശ്ശൂർ വരെ പോകാറുണ്ട്. അങ്ങനെ പലയിടത്തും ഞാൻ ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യാറുണ്ട്. അതിലൊന്നും ഒരു പേടിയില്ല. എനിക്ക് ഫുൾ സ്വാതന്ത്ര്യം തരുന്ന, എൻ്റെ എല്ലാ കാര്യത്തിനും ഫുള്ള് സപ്പോർട്ട് ചെയ്യുന്നൊരു, ശരിക്കും പറഞ്ഞാൽ എനിക്ക് ദൈവം തന്നൊരു ഗിഫ്റ്റായിട്ടുള്ള ആൾക്കാരാണ് എൻ്റെ പേരൻസ് എന്ന് പറയുന്നത്. അതിൽ ഞാൻ ഭയങ്കരമായിട്ട് സന്തോഷിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഫാമിലി. ഉപ്പാൻ്റെ പേരെന്താ? മുഹമ്മദ് അലി. എന്താ പേര്? മുഹസിന. ഉമ്മാൻ്റെ പേര്? റീന. അപ്പോൾ എന്താ മോളെ കുറിച്ചിട്ട് എന്താ പറയാനുള്ളത്? മോളെ കുറിച്ചിട്ട് വളരെ നല്ല അഭിപ്രായമില്ല. കാരണം എല്ലാ മേഖലയിലും വളരെ നല്ല രീതിയിൽ മുന്നിട്ട് നിൽക്കുന്നത് കൊണ്ട് വളരെ അങ്ങേയറ്റത്തെ അഭിമാനമുണ്ട്. പിന്നെ എല്ലാ മാതാപിതാക്കളെയും പോലെ ഞങ്ങൾ അടച്ചിടുന്നില്ല. എല്ലാ കാര്യത്തിനും തുറന്ന രീതിയിൽ തന്നെ അവൾക്ക് ആഗ്രഹമുള്ള ഏത് മേഖലയാണോ ആ മേഖലയിലേക്ക് അവൾക്ക് തിരഞ്ഞെടുത്ത് പോകാനുള്ള സ്വാതന്ത്ര്യം നമ്മൾ കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ രണ്ടാമത്തെ ആൾക്കും അതേപോലെ തന്നെയാണ്. അത് തന്നെ, അതിന് ഇത്തിരി കൂടെ മുന്നോട്ടായിരിക്കും. കാരണം അവളെ കഴിവും കൂടെ പിന്നെ എവളെ ഏറ്റെടുത്തുകൊണ്ട് ഇത്തിരി കൂടെ മെച്യൂരിറ്റിയോട് കൂടി പോട്ടെന്നുള്ള ആ ചിന്തയിലാണ് ഞങ്ങൾ. ഇപ്പൊ ഈ നാട്ടുകാർ ഇങ്ങനെ പറയുമ്പോൾ ഉപ്പയ്ക്ക് എന്താ വിഷമം തോന്നാറില്ല? ഇങ്ങനെയൊക്കെ വിഷമം എന്ന് പറഞ്ഞാൽ പ്രശ്നങ്ങളില്ലാത്ത മനുഷ്യനില്ല. ഞാൻ എല്ലാ പ്രശ്നത്തിനും നേരിട്ട് ഇറങ്ങുകയാണെങ്കിൽ എൻ്റെ കുടുംബം ശിഥിലമായിപ്പോവും. അപ്പം ഞാൻ അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കാറില്ല. പിന്നെ എൻ്റെ കുടുംബം, അതാണ് എൻ്റെ സന്തോഷം. അപ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവർ ഒരു വഴിക്കൂടെ ഉണ്ടാക്കിക്കൊണ്ടങ്ങ് പോട്ടെ, നമ്മൾ കാര്യമാക്കേണ്ട കാര്യമില്ലല്ലേ. അപ്പോൾ നമ്മളതിനെക്കുറിച്ച് ചെവിക്കിട്ടുകൊണ്ട് എല്ലാം പ്രശ്നമാക്കി കൊണ്ട് നടന്നാൽ പിന്നെ പോലീസ്, കോടതി, കേസ് ഇങ്ങനെ പോകാനേ സമയം കാണും. അപ്പോൾ പ്രശ്നങ്ങൾ ഒരു വഴിക്ക് നടക്കും, നമ്മളൊരു വഴിക്കൂടെ ജീവിച്ചു പോകും, ഹാപ്പി ആയിട്ട് ഇങ്ങനെ അങ്ങ് പോകും. പിന്നെ അല്ലാതെ സ്വന്തം കാര്യം ചിന്താവാന്ന് പറഞ്ഞാൽ എനിക്കെൻ്റെ കുടുംബമാണ് വലുത്, അതിനപ്പുറം വേറെ ഒന്നും നമുക്കില്ല. ഉമ്മയ്ക്ക് എന്താ പറയാനുള്ളത്? ഉമ്മേനെ കുറിച്ച് കൂടുതൽ കുറേ പറഞ്ഞിട്ടുണ്ട്. ഉമ്മയാണ് കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നതൊക്കെ. ഉപ്പ സപ്പോർട്ട് ചെയ്യുന്നതല്ല അല്ല, പക്ഷെ ഉമ്മ കൂടുതൽ ഇവർക്ക് പിന്നെ കൂട്ടായിട്ടൊക്കെ പല വേദികളിലും ഞാൻ പോയിട്ടുണ്ട്. പക്ഷെ അവിടെ എല്ലാം വളരെയധികം ഉയർന്ന ഉദ്യോഗസ്ഥരും കാര്യങ്ങളൊക്കെ ഇരിക്കുമ്പോൾ അവരോടൊക്കെ തൊഴിലുകൾ ചോദിക്കുമ്പോൾ അവരെല്ലാം ഉയർന്ന ഉദ്യോഗം പറയുമ്പോൾ ഞാൻ എൻ്റെ തൊഴിൽ പറയുന്നത് ഒരു തൊഴിലുറപ്പാണ്. തൊഴിലുറപ്പിൽ നിന്നുകൊണ്ടാണ് ഞാൻ അവളെ ഇത്രത്തോളം ആക്കി. അവൾ ഉപ്പായും കഷ്ടപ്പെട്ട് ഞാനും കഷ്ടപ്പെട്ട് തന്നെ അവളെ ഇത്രയും ആക്കിയതെന്ന് പറയുമ്പോൾ എനിക്കല്ലാതെ അഭിമാനമുണ്ട്. ഞാനത് അല്ലെങ്കിൽ എൻ്റെ ഒരു കുറവായ തൊഴിലായിട്ട് മുന്നോട്ട് നിർത്തത്തില്ല. ഞാൻ പറയും ഞാൻ ഇങ്ങനെ തന്നെയാണ് എൻ്റെ കുട്ടി ഇങ്ങനെ കൊണ്ടുവന്നത് എന്ന് പറയുമ്പോൾ അവർ കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. അതിൽ ഞാൻ അഭിമാനം കൊണ്ടിട്ടുണ്ട്. പിന്നെ അവളുടെ ഈ കാര്യങ്ങൾ, അവൾ ദുഃഖം വരുമ്പോഴും എൻ്റെ കൂടെ വന്ന് പറയും, സന്തോഷം വരുമ്പോഴും പറയും. അപ്പോൾ എല്ലാം താങ്ങും തണലുമായിട്ട് ഞാൻ ഒപ്പം ഉണ്ടാവും. അല്ലെങ്കിൽ ഒരാൾ അതങ്ങനെ പെൺകുട്ടിയാ അങ്ങനെ പോകരുതെന്ന് പറഞ്ഞാലും ഞാൻ പറയും ധൈര്യമായി പോവുക, നീ ഞങ്ങളിൽ എന്ത് വിശ്വാസം നിനക്കുണ്ടോ ആ വിശ്വാസം തകർക്കാതെ ഏത് മേഖലയിൽ നീ പോയാലും സപ്പോർട്ടായിട്ട് ഞങ്ങൾ കൂടെ ഉണ്ടാവും എന്ന് പറയും. നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി നമ്മളെ തൊഴിലിനെ കുറച്ച് കാണേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ മോളെ നമ്മളെ എല്ലാ ഇതിലും വിടും. കാരണം എന്താ നമുക്ക് അങ്ങോട്ടൊരു വിശ്വാസമുണ്ട്, മോൾക്ക് നമ്മളെ ഒരു വിശ്വാസമുണ്ട്. അതുകൊണ്ട് എവിടെ വേണമെങ്കിലും വിടും. ഇപ്പം രണ്ടാമത്തെ ആളെ കുറിച്ചിട്ട് എന്താ പറയുന്നത്? രണ്ടാമത്തോളം ഒട്ടിലും അവളിൽ നിന്ന് പിന്നിലല്ല, മുന്നോട്ട് തന്നെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. സ്കൂൾ തലങ്ങളിലെല്ലാം അവൾ മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകുന്നത്. അവൾക്കും ഇവളെക്കാൾ സപ്പോർട്ട് അവൾക്കും ഉണ്ടാവും, അതിനും ഒരു മാറ്റവും ഇല്ല. താത്താനെ കുറിച്ചിട്ട് എന്താ പറയുന്നത്? താത്താടെ കഴിവ് പോലെ എന്നെ ആ താത്ത നല്ലപോലെ താത്താടെ കഴിവ് എനിക്കും തരുന്നുണ്ട്. താത്ത നല്ലപോലെ എന്നെ എല്ലാ കാര്യത്തിലും പ്രാക്ടീസൊക്കെ ചെയ്ത് തരിപ്പിക്കും. അഭിനയിപ്പിക്കുന്നൊക്കെ താത്തയാണ്. അപ്പോൾ എല്ലാത്തിനും സപ്പോർട്ട് താത്ത നിൽക്കുന്നുണ്ട്. ഇപ്പോൾ ഉമ്മ, ഉപ്പ, താത്ത മൂന്നാളും കൂടെ സപ്പോർട്ട് നിന്നിട്ട് ഇനി അടുത്ത താത്താനെക്കാട്ടും ഉയർന്നിട്ട് വരണോ അതോ താത്താനെക്കാട്ടും കുറച്ച് താഴെ വരണോ? താത്താടെക്കാട്ടിൽ ഉയർന്നിട്ട് വരണം. അപ്പം താത്തയായിട്ട് പല ഇതിലും മത്സരമാണല്ലോ ഇപ്പോൾ നടക്കുന്നത്. അതെന്താ പറയാനുള്ളത്? താത്തയായിട്ട് എന്തിനാ മത്സരം വെക്കുന്നത്? താത്തയെക്കാളും ട്രോഫി അടിക്കണം. താത്തേനെക്കാട്ടും ട്രോഫി മേടിക്കണം. ഇപ്പോൾ ട്രോഫി കുറവാണ് ഇപ്പോൾ കയ്യിൽ. ആ താത്തയ്ക്ക് കൂടുതൽ. ഇനി എന്തിനൊക്കെ കൂടുതലുണ്ട്? കലോത്സവമായാലൊക്കെ. കലോത്സവത്തിന് എനിക്ക് ഈ വർഷം സെക്കൻഡേ കിട്ടിയുള്ളൂ. സെക്കൻഡ് കിട്ടിയുള്ളൂ. താത്തയ്ക്കോ? താത്തയ്ക്ക് ഫസ്റ്റ്. അപ്പം ഇനി അടുത്ത കലോത്സവത്തിൽ ഫസ്റ്റ് ആകുമല്ലേ? ആ ഇപ്പോൾ പറഞ്ഞല്ലോ നമ്മളെ ഈ സമൂഹത്തിൽ അത് ചെയ്യരുത് ഇത് ചെയ്യരുത്, പെൺകുട്ടികളാണ്. അങ്ങനെ പെൺകുട്ടികൾക്കൊരു വിലക്കുള്ള ഈ ഒരു കേരളത്തിൽ
പൊതുവേ കേരളത്തിൽ പെൺകുട്ടികൾക്ക് വിലക്കുണ്ട്. ആ ഒരു ഇതിൽ എന്താ നാട്ടുകാരെന്താ നമ്മൾ ഒരു കാര്യത്തിന് ഇറങ്ങി തിരിക്കുമ്പോൾ ആ കുട്ടി അതിനെ പോണ് എന്താ വീട്ടിൽ എന്താ വളർത്തിയതിൻ്റെ കുഴപ്പമാണെന്നൊക്കെ പറഞ്ഞ് നാട്ടുകാരങ്ങനെ എന്തെങ്കിലും പറയാറുണ്ടോ? ഇഷ്ടംപോലെ. കാരണം ഞാനിപ്പോൾ പുറത്തോട്ട് ഇറങ്ങുമ്പോൾ തന്നെ ഒരു എന്താ എന്നെ കാണുന്നതെന്ന് പറഞ്ഞ ഒരു തൻ്റെടിയായിട്ട് അങ്ങനെ ഒരു ക്യാരക്ടറാണ്. ഇപ്പം എൻ്റെ അടുത്ത് എനിക്ക് പിടിക്കാത്ത എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ലെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അതിന് ഉത്തരം കൊടുക്കും. ഞാൻ നല്ല രീതിയിൽ തന്നെ അതിന് ഉത്തരം കൊടുക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ പുറത്തോട്ട് ഇറങ്ങുമ്പോൾ എൻ്റെ നാട്ടുകാർക്കൊന്നും എന്നെ കണ്ടുകൂടാ. അത് ചിലർക്കൊക്കെ ഉള്ളൂ. ചിലരൊക്കെ നല്ല സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ചിലർ മനസ്സിൽ മറ്റ് പലതും ഒളിച്ചു വെച്ചിട്ട് മറ്റ് ചില രീതിയിൽ റിയാക്ട് ചെയ്യുന്നവരുണ്ട്. അങ്ങനെ പല രീതിയിലുള്ള ആൾക്കാരുണ്ട്. ഇപ്പോൾ ഞാൻ ഇപ്പോൾ റീസെൻ്റ് ആയിട്ടെന്ന് പറഞ്ഞാൽ നമ്മളെ ഭയങ്കരമായിട്ട് ഡിപ്രസ് ആക്കുന്ന ഒത്തിരി ബന്ധുക്കളും അതുപോലെ തന്നെ നാട്ടുകാരും ഉള്ളൊരു കൂട്ടത്തിലാണ് ഞാൻ. അപ്പം എൻ്റെ അയൽവക്കത്തിലുള്ളവരാരും എന്നോട് മിണ്ടത്തില്ല. അത് വേറെ സത്യം. അത് വേറെ ഒന്നും കൊണ്ടല്ല, ഞാൻ എന്തോ അവരുടെ മുമ്പിൽ ഞാൻ അവരുടെ എന്തൊക്കെ പിടിച്ച് വാങ്ങിച്ചതുപോലെയുള്ള ഒരു നോട്ടവും ഭാവമാണ് അവർക്ക്. പെൺകുട്ടിയാണ് ഇല്ലെങ്കിൽ ഓക്കെ, എൻ്റെ റിലീജിയൻ എന്ന് പറയുന്നത് മുസ്ലിമാണ്. അപ്പോൾ മുസ്ലിമാണ് ഇല്ലെങ്കിൽ പെൺകുട്ടിയാണ്, അവൾക്കൊന്നും ചെയ്തുകൂടാ, വിവാഹം കഴിച്ച് അന്യവൻ്റെ വീട്ടിൽ പോകാനുള്ളതാ, ഇല്ലെങ്കിൽ നാളെ അവളെ കെട്ടാൻ ആര് വരും, ഇങ്ങനെ തൻ്റെടിയായിട്ട് നടന്ന ഇല്ലെങ്കിൽ വായിൽ നാക്കിൻ്റെ നീളം കേട്ടോ എന്ന് പറയുന്ന അതിലൊന്നും ഒരു കാര്യമില്ല. ഇന്നത്തെ സമൂഹമാണ്, ഇത്രയും പ്രശ്നങ്ങൾ നടക്കുന്ന സമൂഹമാണ്, യാതൊരുവിധ വിലയും തരാത്ത സമൂഹമാണ്. അത്തരത്തിൽ ചിന്തിക്കുമ്പോൾ പെണ്ണെന്ന് പറയേണ്ടത് അങ്ങനെ ഒളിഞ്ഞു നിൽക്കുക, അടക്കമൊതുക്കോ മാത്രം പോരാ പെണ്ണിന്. ചോദ്യം ചോദിക്കുന്നിടത്തെ വിജയം കണ്ടെത്തൂ, സമാധാനം കിട്ടത്തുള്ളൂ. അത്തരത്തിൽ ചോദ്യം ചോദിക്കാനും പ്രതികരിക്കാൻ കഴിയുന്നവളായിരിക്കണം പെണ്ണ്. അങ്ങനെയാണ് എൻ്റെ വീട്ടിൽ എൻ്റെ മാതാപിതാക്കൾ പറഞ്ഞു തന്നിട്ടുള്ളത്. ഈ നാട്ടിൽ പറയുന്ന പോലെ വളർത്തു ദോഷമൊന്നും നമുക്കില്ല. അത് അവരെ കാണുന്നവരെ കണ്ണിനെയാണ് ഇതിനൊക്കെ കുഴപ്പമുള്ളത്. ഇപ്പോൾ എങ്ങനെയാണ് ഈ എല്ലാ ഫീൽഡിലേക്ക് ഇറങ്ങി ചെല്ലുന്നുണ്ടോ? ഇപ്പം എല്ലാ ഫീൽഡിലേക്കും എന്നെക്കൊണ്ട് പറ്റുന്ന എല്ലാ ഫീൽഡിലേക്കും ഇറങ്ങി ചെല്ലുന്നുണ്ട്. പറ്റത്തില്ല എന്ന് വിചാരിക്കുന്നിടത്തേക്കും ഞാൻ ചാടി കയറാറുണ്ട്. പറ്റുന്നെങ്കിൽ പറ്റട്ടെ എന്ന് വിചാരിക്കാറുണ്ട്. അതിനിപ്പോൾ ഞാൻ ആരെന്ത് പറയുന്നു എന്നൊന്നും ഞാൻ ചിന്തിക്കാറില്ല. കാരണം എന്നെക്കുറിച്ച് എനിക്കറിയാം, എന്നെക്കുറിച്ച് എൻ്റെ മാതാപിതാക്കൾക്കറിയാം, വേണ്ടപ്പെട്ടവർക്കറിയാം. അവരറിഞ്ഞാൽ മതി. ഇനി പിന്നെ കാണുന്നവർ, അകന്ന ബന്ധുക്കൾ, ഇവരൊന്നും ബോധിപ്പിക്കേണ്ട ആവശ്യമില്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ എൻ്റെ കരുത്ത് വീണ്ടെടുത്ത് ഞാൻ ഇങ്ങനെ ഒരു ഓളത്തിലും തഞ്ചത്തിലും പോകുന്നു. ഒരു അനിയത്തി ഉണ്ടെന്ന് പറഞ്ഞു. ഇപ്പോൾ അനിയത്തീനെ ഈ അഭിനയമൊക്കെ പഠിപ്പിക്കുന്നതാരാ? അവളിപ്പം 5ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. 10 വയസ്സായിട്ടേ ഉള്ളൂ. അവളുടെ പേര് മുഹസിന എന്നാണ്. അവളും ഒരു പെൺകുട്ടി, എൻ്റെ കൊച്ചനിയത്തിയാണ്. അപ്പോൾ അവളും എന്നെ കണ്ട് പഠിച്ചു വരുന്ന, അവൾക്ക് എൻ്റെ കാര്യത്തിൽ കുറച്ച് ഈഗോ ഉണ്ട്. അതായത് താത്തി അങ്ങനെ, താത്തി ഇങ്ങനെ, അല്ലെങ്കിൽ ചേച്ചി അങ്ങനെ ഇങ്ങനെയെന്ന് പറഞ്ഞു വരുന്നൊരു ക്യാരക്ടറാണ് അവൾക്ക്. അപ്പോൾ അവൾ എന്നടുത്ത് മത്സരിക്കുക. അവൾ മറ്റാരുടെ അടുത്തല്ല. അവളൊരു വേദിയിൽ കയറി മറ്റു കുട്ടികളുടെ കൂടെ മത്സരിച്ചാലും അവൾ നോക്കുന്നത് അവൾ എന്നെ ജയിക്കാൻ പറ്റുമെന്ന്. അതായത് ഞാൻ മേടിച്ച ഇത്രയും സമ്മാനങ്ങൾക്കിടയിലും ഒരെണ്ണം അവൾക്ക് എക്സ്ട്രാ മേടിക്കണം എന്ന് കരുതി ഭയങ്കരമായിട്ട് മത്സരിച്ച് മുന്നോട്ട് പോകുന്ന ഒരാളാണ്. ഞാൻ എന്ത് ചെയ്യുന്നോ അത് അതുപോലെ ഫോളോ ചെയ്യുന്ന ആളാണ്. അവളും ഡാൻസിലേക്ക് കടന്നിട്ടുണ്ട്. അതുപോലെ തന്നെ അവൾ മോണോ ആക്ട് ചെയ്തു തുടങ്ങിയതേ ഉള്ളൂ. 2-3 ചെയ്തു. അത് ഞാൻ ഏതാണോ ചെയ്തത് അത് അതുപോലെ തന്നെ പഠിച്ച് എന്നെക്കൊണ്ട് തന്നെ പഠിപ്പിക്കാനായിട്ട് അവൾ നിർബന്ധിച്ച് ഞാൻ എന്താണോ ചെയ്യുന്നത് അത് അതുപോലെ ഫോളോ ചെയ്തിട്ട് വരുന്ന ഒരാളാണ്. എന്നിട്ട് ഫസ്റ്റ് പ്രൈസ് ഒക്കെ വാങ്ങി വീട്ടിലേക്ക് വരാറുണ്ട്. ഇപ്പോൾ വീട്ടിലേക്ക് വരുമ്പോൾ എനിക്ക് ചേച്ചീനെക്കാട്ടും കൂടുതൽ ഇത് കിട്ടി എന്ന് പറഞ്ഞിട്ടുള്ളൊരു സന്തോഷമാവില്ല? ഉറപ്പായിട്ട്. അപ്പം എന്താ തോന്നാറ്? അനിയത്തി വന്ന് ഇങ്ങനെ പറയുമ്പോൾ ചേച്ചിയാണ് ഇൻ്റെത്, ഒരു നമ്മളെ റോൾ മോഡൽ ചേച്ചിയാണെന്ന് പറയുമ്പോൾ എന്താ തോന്നാറ്? അവളിങ്ങനെ റോൾ മോഡൽ ചേച്ചിയാണെന്നൊന്നും പറയത്തില്ല. അവൾ വാപ്പച്ചിപ്പോൾ അവൾ സമ്മാനമൊക്കെ മേടിച്ചിട്ട് അവൾ വാപ്പയെ കൊണ്ട് കാണിക്കും. അപ്പോൾ വാപ്പായുമ്മയൊക്കെ അവളെ അപ്രിഷ്യേറ്റ് ചെയ്യുമ്പോൾ അവൾ ഓടി വന്ന് എൻ്റെ അടുത്ത് പറയും, കണ്ടോടി ഞാൻ മേടിച്ചത് നീ കണ്ടോടി, അങ്ങനെ അവൾ ചോദിക്കാറുണ്ട്. അപ്പം ഞാൻ പറയും ഒന്നുമല്ല, നീ എൻ്റെ നോക്ക്, അങ്ങനെ പറഞ്ഞ് അവളെ ഞാൻ മാനസികമായിട്ട് കുത്താറുണ്ട്. അത് വേറൊന്നിനുമല്ല, കാരണം അവൾക്കുള്ളിൽ ആ ഒരു വാശി വരുന്നത് കൊണ്ടാണ് അവൾ എനിക്കൊപ്പം നിൽക്കണം എന്ന് ആഗ്രഹിക്കുന്നത്. ചിലപ്പം ഞാൻ കൊള്ളാം മോളെ നല്ലതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അവൾക്ക് ആ ഒരു ഊർജ്ജം കാണത്തില്ല. ഇവളെ വാശി ഇരിക്കുമ്പോൾ ചിലപ്പോൾ ഞാൻ പറയുന്നതൊക്കെ മനസ്സിൽ വല്ലാതെ കയറി കൊള്ളാറുണ്ട്. ചില സമയത്തൊക്കെ പോയിരുന്നു ഉമ്മ അടുത്ത് പരാതി പറഞ്ഞ് കരയും, കണ്ടോ എന്നെ താത്തി അങ്ങനെ പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞെന്നൊക്കെ പറഞ്ഞ് ക്ഷയിച്ച് കഴിയുമ്പോഴത്തേക്ക് അവൾ എന്നെ ഒന്ന് വെല്ലുവിളിക്കും, നീ കണ്ടോടി. അവൾ വെല്ലുവിളിക്കുന്നൊരു പ്രത്യേക സ്റ്റൈലാണ്. നീ കണ്ടോടി, ഞാൻ അതിന് ഫസ്റ്റ് മേടിച്ചാൽ നിൻ്റെ കാലിൻ്റെ വെള്ളം ഞാൻ നക്കുമെന്ന് പറയും. അപ്പം അങ്ങനെ ഒരു വാശിയുള്ള അനിയത്തിയാണുള്ളത്. ഇപ്പോൾ എന്താ ഇത് കലാപരമായിട്ട് മാത്രമല്ല പഠിത്തത്തിലും നല്ല മിടുക്കിയാണ്. അപ്പോൾ ഈ ഹ്യൂമാനിറ്റീസ് എടുക്കാൻ എന്താ കാരണം? ഞാൻ 10th ഫുൾ A+ മേടിച്ചിട്ടാണ് ജയിച്ചത്. അപ്പം എല്ലാവരും എൻ്റെ അടുത്തൊരു ചോദിച്ച കാര്യം, എന്തിനാണ് ഹ്യൂമാനിറ്റീസ് എടുത്തത്, സയൻസ് എടുത്തുകൂടായിരുന്നോ, അതല്ലേ കുറച്ചുകൂടി ബെറ്റർ എന്ന് ചോദിച്ചിട്ടുണ്ട്. കാരണം പൊതുവേ എല്ലാവരും കാണുന്നതെന്ന് പറഞ്ഞാൽ ഹ്യൂമാനിറ്റീസ് എന്ന് പറഞ്ഞാൽ കുറഞ്ഞ പഠിക്കാൻ തീരെ പറ്റാത്ത, അതുപോലെ മാർക്ക് കുറഞ്ഞ കുട്ടികളാണ് ഹ്യൂമാനിറ്റീസ് എടുക്കുന്നതെന്ന്. പക്ഷേ ഞാൻ ഹ്യൂമാനിറ്റീസ് എടുത്തതിനൊരു പ്രത്യേക ലക്ഷ്യം എന്ന് പറഞ്ഞാൽ എനിക്ക് IAS എടുക്കണം എന്നുള്ളത് അതെൻ്റെ കൊച്ചിലെ മുതലുള്ള ആഗ്രഹമാണ്. 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എനിക്ക് ഹെഡ് മിസ്സസ് കുത്തിവെച്ചെന്നൊരു വിഷമം അത്. അപ്പം
അതിൻ്റെ ഒരു ഇതിലാണ് ഞാൻ ഹ്യൂമാനിറ്റീസ് എടുത്തത്. കാരണം ഹ്യൂമാനിറ്റീസിൽ കൂടുതലും ചരിത്രവും പൊളിറ്റിക്കലും ഒക്കെ ആയതുകൊണ്ട് തന്നെ പ്രിലിമിനറി എക്സാമിനൊക്കെ അത് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതുകൊണ്ട് ഞാൻ ഹിസ്റ്ററി ഒക്കെ വരുന്ന ഹ്യൂമാനിറ്റീസിനെ സെലക്ട് ചെയ്തു. പണ്ട് വോയിസ് ശരിയല്ല എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വോയിസ് ഒക്കെ ശരിയായി എന്ന് പറഞ്ഞാൽ നമുക്ക് വേണ്ടിയിട്ടൊരു പാട്ട്. ഉറപ്പായിട്ടും പണ്ട് മുതലേ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു പാട്ടാണ് രേണുക എന്ന് പറയുന്ന കവിത. എന്തോ അതിനോടൊരു പ്രത്യേക ഇഷ്ടമാണ് അത് കേൾക്കുമ്പോഴൊക്കെ. അപ്പം അതിലൊരു 4 വരി പാടാം. രേണുകേ നീരാഗരേണു കിനാവിൻ്റെ നീലക്കടമ്പിൽ പരാഗരേണു പിരിയുമ്പോഴേതോ നനഞ്ഞ കൊമ്പിൽ നിന്നു നിലതെറ്റി വീണ 2 ഇലകൾ നമ്മൾ. രേണുകേ നാം 2 മേഘശകലങ്ങളായി അകലേക്കു മറയുന്ന ക്ഷണഭംഗികൾ. മഴവില്ലു താഴെ വീണുടയുന്ന മാനത്ത് വിരഹമേഘക്ഷാമഘനഭംഗികൾ. പിരിയുന്നു രേണുകേ നാം 2 പുഴകളായി ഒഴുകിയകലുന്നു നാം പ്രണയശൂന്യം. ജലമുറഞ്ഞൊരു ദീർഘശില പോലെ നീ വറ്റി വറുതിയായി ജീർണമായി മൃതമായി ഞാൻ. ഓർമ്മിക്കുവാൻ നിനക്കെന്തു നൽകണം, ഓർമ്മിക്കണം എന്ന വാക്കുമാത്രം. എന്നെങ്കിലും എവിടെ വെച്ചെങ്കിലും കണ്ടുമുട്ടാമെന്ന വാക്കുമാത്രം. അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞത്. നമ്മൾ ഇത്രയും നേരം കണ്ടുകൊണ്ടിരുന്ന നമ്മുടെ കുഞ്ഞു കലാകാരി +1 പഠിക്കുന്നത്. പേര് മുസമില അലി. എല്ലാവരും പരിചയപ്പെട്ടിട്ടുണ്ടാവും ഇപ്പോൾ ഈ ഒരു വീഡിയോ കൂടെ തന്നെ. അപ്പോൾ കൂടുതൽ സപ്പോർട്ട് വീട്ടിൽ നിന്ന് കിട്ടുന്ന സപ്പോർട്ടാണ് ഇത്രയും ഉയർത്തി വന്നത്. അതായത് ഉപ്പയും ഉമ്മയും ഒന്നും എതിർക്കൂല. തൻ്റെ മകളെ എല്ലാത്തിലേക്ക് ഇറങ്ങി ചെല്ലണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ഉമ്മയും ഉപ്പയാണ്. അതുപോലെ ഒരു കുഞ്ഞനിയത്തിയുണ്ട്. അനിയത്തിക്കും ചേച്ചി എന്ന നിലയിലും ചേച്ചീൻ്റെ പോലെ ഒരു ഗുരുനാഥൻ എന്ന നിലയിലും അനിയത്തിക്ക് എല്ലാ രീതിയിലും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനിയും കൂടുതൽ സമൂഹത്തിൽ ഇന്നത്തെ സമൂഹത്തിൽ സ്ത്രീകൾ ഒരു പെൺകുട്ടിയാണ്, അതും ഒരു മുസ്ലിം പെൺകുട്ടി എന്ന് പറയുമ്പോൾ അവരതിലേക്ക് പോകരുത്, അവരിത് ചെയ്യരുത്, അങ്ങനെ പറയുന്ന ഒരു സമൂഹമാണ് നമ്മുടെ കേരളത്തിലുള്ളത്. പക്ഷേ അതിൽ നിന്നെല്ലാം വീട്ടുകാർ നമുക്ക് സപ്പോർട്ട് ചെയ്യുന്ന നമ്മളെ വീട്ടുകാർ കൂടെ ഉണ്ട്. അപ്പോൾ അവരെ ഉമ്മയും പറയും നീ അതിലേക്ക് ചെല്ലേ. കൂടുതലും ഇവരാണ് നിർബന്ധിക്കുക, ഉമ്മയുപ്പയാണ് നിർബന്ധിക്കുക. അതിലേക്ക് ചെല്ല്, ഇതിലേക്ക് ചെല്ല്, അങ്ങനെ ചെയ്യേ, എന്തുകൊണ്ട് ചെയ്തുകൂടാ, അങ്ങനെയുള്ളത് അങ്ങനെ ചോദിക്കുന്നത് കൊണ്ട് തന്നെ ഇന്ന് ഇവിടെ ഇങ്ങനെ നിൽക്കാൻ പറ്റുന്നത് തന്നെ ഒരു വലിയ കാര്യമാണ്. പലരും ഇന്ന് അങ്ങനെ ഇറങ്ങിയിട്ടൊരു കാര്യത്തിലേക്ക് അടുക്കാറില്ല. ആ ഒരു സമൂഹത്തിൽ ഇങ്ങനെയൊരു കലാകാരി, അതായത് പ്രസംഗ മത്സരത്തിൽ എല്ലാ പ്രസംഗത്തിലും ഫസ്റ്റ് നേടിയിട്ടുണ്ട്. ചിത്രരചന ആയാലും മോണാക്റ്റ് ആയാലും പ്രസംഗം മോണാക്റ്റ് ഇത് രണ്ടുമാണ് മെയിനായിട്ട് കൊണ്ടുപോകുന്നത്. പാട്ടായാലും ഡാൻസ് ആയാലും എല്ലാത്തിലും തൻ്റേതായിട്ടുള്ള കഴിവ് പ്രകടിപ്പിച്ചിട്ടുണ്ട്. അതിന് സപ്പോർട്ട് ചെയ്യുന്ന ഒരു ദൈവത്തിൻ്റെ ഗിഫ്റ്റ് എന്ന് പറയുന്ന പോലെ തന്നെ നല്ലൊരു പാരൻസിനെയും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനിയും കൂടുതൽ ഇറങ്ങിച്ചെല്ലട്ടെ, സമൂഹത്തിലേക്ക് ഇനിയും കൂടുതൽ ഇറങ്ങിച്ചെല്ലട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് കൊട്ടാരക്കര മീഡിയയ്ക്ക് വേണ്ടി ക്യാമറമാൻ ശ്രീകുമാറിനൊപ്പം നന്ദന.